ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മളുടെ നെറ്റിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് അതിൽ വോയിസ് മാത്രമേ കിട്ടിയുള്ളൂ. വീഡിയോസ് ഒരു 11 മിനിറ്റ് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ നമുക്കതുകൊണ്ട് ഒന്നും കൂടി ഞാനത് വർക്ക് ചെയ്തിടുകയാണ്, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിടുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ആദ്യം പഠിച്ച ആ mixo.io എന്ന് പറഞ്ഞ സൈറ്റിൽ ഗൂഗിളിൽ കയറിയിട്ട് mixo.io എന്ന് പറയുന്നതിലേക്ക് പോവുക. എന്നിട്ട് എൻ്റെ മിക്സോ AI വെബ്സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ തുടങ്ങാൻ പോകുന്ന നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പേരും നമ്മൾ എന്താണ് അവിടെ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൂടി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം ക്രിയേറ്റ് എ വെബ്സൈറ്റ് ഫോർ ദ ക്രിയേറ്റ് എ വെബ്സൈറ്റ് ഫോർ ദ ഇൻറ്റീരിയർ വർക്ക്. അതിന് പേര് കൊടുക്കാം. പേര് കൊടുക്കുന്നതിന് ഡബിൾ ഇൻവെർട്ടർ കോമ കൊടുത്തിട്ട് പേര് കൊടുത്താൽ എന്ത് കൊടുക്കാം? ഹോം ഇന്നർ എന്നൊരു പേര് കൊടുത്താലോ, അല്ലെങ്കിൽ ഇന്നർ ട്രീം. ഡബിൾ ഇൻവെർട്ടർ കോമ കൊടുക്കുക. അത് കഴിഞ്ഞ് ഇന്നർ ട്രീം, ഇൻവെർട്ടർ കോമ വെച്ച് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു സ്ഥലം കൊടുക്കാം. ഈ സ്ഥാപനം എവിടെയാണെന്നുള്ളതിനെ കുറിച്ചൊരു സ്ഥലം കൊടുക്കാം. ട്രീം ഇൻ ആറ്റിങ്ങൽ. ഓക്കെ. എന്നിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരുപാട് ഓപ്ഷനുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് മൂന്നാമത് കിടക്കുന്ന ഗെറ്റ് കോൺടാക്റ്റഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഫോൺ നമ്പർ, ഇമെയിൽ, വാട്സപ്പ് ഒക്കെയാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് വാട്സപ്പ് നമ്പറിലായിരിക്കും. ഇമെയിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇമെയിലായിരിക്കും. ഫോൺ നമ്പർ കൊടുക്കണമെങ്കിൽ ഫോൺ നമ്പറിലായിരിക്കും അവർ കോൺടാക്റ്റ് വരുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻ വരും. ഓട്ടോമാറ്റിക്കായിട്ട് AI നമുക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി കുറച്ച് സമയമെടുക്കും. AI മാക്സിമം നമുക്ക് ഒരു ഇൻറ്റീരിയർ വർക്കുമായി ബന്ധപ്പെട്ട ഫോട്ടോസുകളൊക്കെ പുള്ളി പോയി കളക്ട് ചെയ്തുകൊണ്ട് വരികയാണ്. വന്നിരിക്കുന്നു. ഇവിടെ ട്രാൻസ്ഫോം യുവർ സ്പേസ് വിത്ത് ഇന്നർ ട്രീം, വെൽക്കം ടു ഇന്നർ ട്രീം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കുറച്ച് ഫോട്ടോസുകളൊക്കെ ഇന്നർ വർക്കുള്ള ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. അവരുടെ നമ്മുടെ സർവീസിനെ കുറിച്ചൊക്കെ എന്നുണ്ട്. ഓക്കെ. കസ്റ്റമേഴ്സിൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കിവിടെ ഇത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ തിരുത്തലുകൾ വരുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ mixo.ioയിൽ കഴിയുന്നതാണ്. അത് AIയുടെ സഹായത്തോടു കൂടി നടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ പേരുകൾ, അതുപോലെ തന്നെ പേര് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ പേരുകളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഫോട്ടോസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് എഡിറ്റ് സെക്ഷനുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ലോഗോ, ഇവിടെ ഇന്നർ ട്രീമെന്ന് നമ്മൾ ഇട്ടിരിക്കുന്നതിൻ്റെ ലോഗോ വന്നിരിക്കുന്നത് ഈ ഒരു സിബ് പോലത്തെ ഒരു ലോഗോയാണ്. അപ്പോൾ അത് നമുക്ക് ലോഗോ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ലോഗോ ഞാൻ ഇന്നലെ നമ്മളുടെ ക്യാൻവ ആപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്യാൻവ ആപ്പിനകത്താണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗോ തയ്യാറാക്കാം. അപ്പോൾ എഡിറ്റിംഗ് സെക്ഷനിൽ നമുക്ക്
സേവ് ചെയ്തതിന് ശേഷമാണ് നമുക്കിതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ വീഡിയോ ഒരുപാട് ദൈർഘ്യമുള്ളതാവരുതെന്ന് വെച്ചിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും താഴെയായിട്ട് വരുന്ന കോണ്ടാക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓക്കെ അടിച്ചാൽ ഓക്കെ ഫോണിൻ്റെ വന്നു. അതിലടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട്സിൽ കൊടുത്തിട്ടുള്ള നമ്പർ വരും. നമുക്കിവിടെ നിന്ന് കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സേവ് ആൻഡ് കണ്ടിന്യൂവിൽ നിൽക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഒരു സേവ് ചെയ്തപ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇനി വരും കാലങ്ങളിൽ ഇത്തരം സൈറ്റുകൾ പഠിക്കുന്നതിന് നമുക്ക് പെയ്ഡ് ഇപ്പോൾ തന്നെ ഒരു സാമ്പിൾ സൗജന്യം എന്ന് പറഞ്ഞ പോലെ കുറച്ച് മാത്രമാണ് നമുക്ക് ഇവർ സൈറ്റിൽ നമുക്ക് സ്പേസ് തരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ പെയ്ഡായിട്ട് മാറേണ്ടി വരും. ഇപ്പോൾ ഒരു പെയ്ഡാണ് ചോദിക്കുന്നത്. ഓൾറെഡി നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സേവിൽ കൂടുതൽ വർക്കിന് വേണ്ടിയും കൂടിയാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇന്നർ താഴെ നമ്മൾ ഓപ്ഷൻ വന്നു, സൈറ്റുകൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള പല സൈറ്റുകളാണിത്. അപ്പോൾ അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഈ എഡിറ്റ് സൈറ്റിൽ അപ്ഗ്രേഡ് എഡിറ്റ് സൈറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സൈറ്റുകൾ വീണ്ടും ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഇന്നർ ട്രീം എന്ന് പറഞ്ഞ സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. ഇവിടെയാണ് അതിൻ്റെ യഥാർത്ഥ എഡിറ്റ് സെക്ഷൻ ഇരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിവിടെയാണ് വരുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ ഹോം പേജിൽ വരുന്നതിൻ്റെ ഉണ്ട് നമ്മുടെ സർവീസുകളെ കുറിച്ച്, മറ്റു സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട്. എബൌട്ട് അസ് നമ്മളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ നിലവിലെഴുതിയിരിക്കുന്ന എന്തും നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിനായിട്ട് 3 ഡോട്ടുകൾ കാണുന്നുണ്ട്. എന്തും നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ എഡിറ്റ് എന്ന് പറയുന്ന അതല്ല, എഡിറ്റ് 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ റീറൈറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് AI എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ എഴുതിയിരിക്കുന്ന പേരിന് ചേഞ്ച് വരുത്തി കൊണ്ടെന്ത് ചെയ്യും, ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ അതിന് ചേഞ്ച് സംഭവിക്കും. ഓക്കെ ഉണ്ടോ, എലവൻറ്റ് യുവർ എന്നുള്ളതിലേക്ക് മാറ്റം വന്നു. അതല്ല, നമുക്ക് എഴുതി ചേർക്കേണ്ടതാണെങ്കിലും താഴെ എഡിറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നതിലേക്ക് നിൽക്കുക. അപ്പോൾ ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിനായിട്ട് ഈ എഴുതിയിരിക്കുന്ന ഈ കാണുന്ന ഒരു മിനിറ്റ്. ഓക്കെ, ഈ കാണുന്ന ഓപ്ഷനിൽ അവിടെ നമുക്ക് തിരുത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചേർക്കേണ്ടത് അവിടെ നമുക്ക് സ്വന്തമായിട്ട് എഴുതി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ ഇവിടെ കാണുന്ന വെൽക്കം എന്ന് കാണുന്ന ഈ വെൽക്കം ടു ഇന്നർ ഡ്രീം എന്ന് പറഞ്ഞത് അതിൻ്റെ ഓപ്ഷനാണ് അവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രൈമറി ബട്ടൺ ഇവിടെ വരുന്ന ഈ ചിത്രം വേണമെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ചിത്രം നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മളുടേതായ ഏതെങ്കിലും ഒരു ഇൻറ്റീരിയർ വർക്കിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസുകളുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ ഒരു ഇൻറ്റീരിയറിൻ്റെ ഫോട്ടോസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും ഒരു ഓക്കെ എന്നിട്ട് ഇവിടെ ഡൺ എന്നുള്ള ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്ലോഡ് നടക്കുകയാണ്. അവിടെ ഈ ഫോട്ടോയാണ് വന്നത്. ഈ ഇൻറ്റീരിയർ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫോട്ടോസ് അല്ല, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി
ഇട്ടതാണ്. ഇവിടെ വീണ്ടും നമ്മൾ ക്ലിക്കുമ്പോൾ ഇതല്ല, നമുക്ക് വേറൊരു എയുടെ സഹായത്തോടുകൂടി വേറൊരു ഫോട്ടോ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കിയെന്ന് പറഞ്ഞത് റീസെലക്റ്റഡ് ഇമേജാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. ഓക്കെ, അത് ഇമേജ് ആയതുകൊണ്ട് റീസെലക്റ്റഡ് അല്ലെങ്കിൽ റീറൈറ്റിംഗ് എന്നൊക്കെ ഓപ്ഷനുകൾ കാണും. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് വരുത്താം. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ എന്നിട്ടിത് സേവ് ചെയ്ത് കൊടുക്കുക. സൈറ്റ് സേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലോഗോ മാറ്റുന്നതിന് വേണ്ടി ലോഗോയും നമുക്ക് മാറ്റാവുന്നതാണ്. അത് നമ്മൾ നേരത്തെ സൈറ്റിൽ പോയതുപോലെ തന്നെ തിരിച്ച് ഒന്നും കൂടി നമ്മൾ പുറത്ത് പോയിട്ട്, ഞാനിതിപ്പോൾ സേവ് ചെയ്തതുകൊണ്ടാണ്, അതുകൊണ്ട് ഒന്ന് പിറകിലേക്ക് പോയാൽ നമുക്ക് ലോഗോ എങ്ങനെയാണ് ഒന്നും കൂടി തിരിച്ച് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വരേണ്ടതായിട്ടുണ്ട്. അതാ ഇവിടെയാണ് ഇന്നർ ട്രീം ഇത് കിടക്കുന്നു. ഇവിടെ നമ്മൾ വീണ്ടും എഡിറ്റിൽ ഒന്നും കൂടി നിൽക്കാം. ഞാൻ നേരത്തെ സേവ് ചെയ്തുകൊണ്ടാണ് അത് തിരിച്ച് പോയത്, സേവ് ആയത്. അപ്പോൾ ഈ വീണ്ടും നമ്മൾ എഡിറ്റ് സെക്ഷനിലേക്ക് കയറി വന്നാൽ മാത്രമേ നമുക്ക് ലോഗോ എഡിറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ലോഗോ എഡിറ്റ് ചെയ്യുന്നതിന് നമ്മളിവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്, ഇവിടെ 3 ഡോട്ട് കണ്ടോ, നമ്മുടെ ആ ഡോട്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നമ്മളുടെ ഇടത് സൈഡിന് സ്ക്രീനിൻ്റെ വലത് സൈഡിനായിട്ട് ലോഗോയുടെ പടം വന്നിട്ടുണ്ട്. അപ്പോൾ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇമേജ്, അപ്പോൾ നമ്മൾ ലോഗോ ഓൾറെഡി നമ്മളുടെ ഇതിൽ എഡിറ്റ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ആ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്ക് ഫോട്ടോസ് കാണും. നമ്മൾ ക്യാൻവ ആപ്പ് ലോഗോ തയ്യാറാക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആപ്പാണ്, സൈറ്റാണ് അത്. ക്യാൻവ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ഏത് പിക്ചറിനും നമുക്ക് പിക്ചറോ ലോഗയോ എന്ത് വേണമെങ്കിലും തയ്യാറാക്കാൻ ക്യാൻവയിൽ പറ്റും. നമുക്കിവിടെ ലോഗോയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നർ ട്രീമിൽ ലോഗോ മാറിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് അടുത്ത നമ്മളുടെ ഫോട്ടോസ്, ഈ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ തന്നെ 3 ഡോട്ടുകളുള്ള ഇതിനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഈ ഫോട്ടോ നമുക്കുള്ളതല്ല, അപ്പോൾ നമുക്കവിടെ ഫോട്ടോ വരുത്തണം. അതിന് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് അതാ വന്നിട്ടുണ്ട്. അവിടെ നാളുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലോഡ് ചോദിക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ളൊരു ഫോട്ടോ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഫോട്ടോ കൊടുത്തു, ഡൺ അടിച്ചു, അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഇങ്ങനൊരു ഫോട്ടോയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഇതെല്ലാ വർക്കുകളും ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. അതുപോലെ തന്നെ കോണ്ടാക്റ്റ് നമ്പറിൻ്റെ വരച്ച് കാണിക്കാം. അതുപോലെ കോണ്ടാക്റ്റ് നമ്പറിന് നമ്മൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കുറച്ച് ലെന്തി ആയിപ്പോയെന്ന് തോന്നുന്നു. കോണ്ടാക്റ്റ് നമ്പർ താഴെ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ചേഞ്ച് വരുത്താവുന്നതാണ്. ചേഞ്ച് വരുത്താവുന്നതാണ് 4. ഓക്കെ, അത് കോണ്ടാക്റ്റ് അസിൽ കാളിലേക്ക് കയറി പോയിട്ട് ഓക്കെ. അപ്പോൾ എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഈ സൈറ്റ് ഇതിൻ്റെ ഓക്കെ. ഇനി നമുക്ക് പിറകിലേക്ക് പോവാം. ഇവിടെ നോക്കൂ, നമ്മളുടെ ലോഗോ മാറിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിലുള്ള ഓരോരുത്തരും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും അവരുടേതായ രീതിയിലൊരു സൈറ്റ് തയ്യാറാക്കി ഒന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ ഇമെയിൽ വഴി ഈ സൈറ്റ് തയ്യാറാക്കാനായിട്ട് mixo.iയിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ആ സൈറ്റ് നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രീ സർവീസായിട്ട് ഉണ്ടാവും. അത് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അത് പെയ്ഡായിട്ട് ചെയ്യും. നമുക്കിപ്പോൾ തൽക്കാലം പഠിക്കുന്നതിന് വേണ്ടി ഫ്രീ മതി. ഓക്കെ, ഞാനിപ്പോൾ ഒരുപാട് ചെയ്തതുകൊണ്ട് എനിക്കിപ്പോൾ ഫ്രീ സൈറ്റ് ഇനിയിപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്താലേ എനിക്ക് പുതിയ സൈറ്റുകൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡെമോ പോലെ ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ഇത് വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. തുടക്കമെന്ന നിലയ്ക്ക് എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞ മറ്റ് സൈറ്റുകളെ കുറിച്ചും കൂടി തീർച്ചയായിട്ടും ഞാൻ വീഡിയോസ് ഇടുന്നതാണ്.